ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. അതും എൻ്റെ ഫ്രണ്ട് ഹനാൻ്റെ കൂടെ. എന്നുവെച്ചാൽ എൻ്റെ കൂടെ 5ാം ക്ലാസ്സിൽ പഠിച്ചാണ്, ഇപ്പോഴും പഠിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും 5ാം ക്ലാസ്സിലാണ്. പിന്നെ നമ്മളെ വീഡിയോയിൽ അപ്പോഴത്തേക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. എന്താ പറയുക, ഇൻട്രോന്ന് ആദ്യം ഞാൻ പറഞ്ഞ. അപ്പോൾ നമുക്കൊന്ന് ഒരു 3 എൻ്റെ ഒരു കൂട്ടം എനിക്ക് ആദ്യം കിട്ടി. ഇനി 3 കൂടി എടുത്തിട്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. അവനെന്തോ ടൈപ്പ് ചെയ്യാൻ തോന്നുന്നത്, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഒരു ആക്സും ഒരു പിക്കാക്സും. വാ, മൈൻ ചെയ്യാം. കുറച്ച് സ്റ്റോൺ ആവശ്യമാണ്. ഞാൻ വിചാരിച്ചത് ഗുഹയാണ്, അതിനെ ഗുഹ എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് മൈൻ ചെയ്യാം. ഇതെന്താ ഈ കുഴി കുറച്ച് വലുതാ. ഇടയെ കയറി വരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് സ്റ്റോൺ കളക്ട് സ്റ്റോണിൻ്റെ ടൂൾസൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അവനെ മൂടി വെച്ചിട്ടുണ്ട്. ഇതാ മോനെ, എന്നോട് കളിക്കാൻ നിൽക്കണ്ട. ഹലോ, വാ വാ വാവല്ലേ, അവനെ മുറിച്ചെടുത്തേക്കാം. വാ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഷീപ്പ് കണ്ടുപിടിക്കാം അല്ലേ? ഷീപ്പ് കണ്ടുപിടിക്കാം. ഒരു മിനിറ്റ്. ഹോമോ? ഹോം ഉണ്ടാക്കണം എന്നുവെച്ചാൽ ഹൗസ്. ഷീപ്പ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വാ, ടൈപ്പിംഗ് ഐസ്. ഓക്കെ ഓക്കെ എന്ന് അയച്ചിട്ടുണ്ട്. പട്ടുണ്ട്. ഞാൻ എടുത്തോളാം. ഞാൻ എടുത്ത്. പിന്നെ അയ്യോ, ഷൂലെറിയുന്ന ഒരാൾ ചത്ത് നോക്കുന്ന. ആ ഷൂലെറിയുന്ന സാധനം അതാ. സാരല്ല, ഡോണ്ടറി. നമുക്ക് ഒരു ഷീപ്പും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് കൊന്നുണ്ട്, രണ്ടാമത്തേനും കൂടി കൊല്ലാം. മൂന്ന് ഷീപ്പായി. ഇനി ഓനും കൂടി രണ്ടാമത്തെ ബെഡ് കൂടി ഉണ്ടാക്കണം. ഓനും കൂടി ഉറങ്ങണ്ട. ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ എന്താവാനാ, ചത്തു. കുറച്ച് ഫുഡ് ആവശ്യമാണ്. ഇവിടെ അടിക്കല്ലടാ, എൻ്റെ എൻ്റെ ഹെൽത്തില്ലടാ. പിന്നെ സ്വാഡ് എടുത്തടിക്കുന്നു. വാടാ, പുറകെ വാടാ. പിഗ്ഗിനെ കൊല്ലാലേ. പിഗ്ഗിനെ കൊന്നിട്ടിട്ടുണ്ട്. ഷീപ്പ് ഇനിയും അടിച്ചു കൊടുക്കാം. ഷീപ്പ് ഓക്കെ. ഇവൻ ഓക്കെ തന്നെയാണല്ലോ അയക്കുന്നത്. വാടാ, അതിന് മുമ്പ് കുറച്ചൊന്ന് മരം വെട്ടാം ഗൈസ്. എൻ്റെ ഒക്കെ ഒരു ആഗ്രഹമല്ലേ ഗൈസ്, ഒരു വീടുണ്ടാക്കാൻ. ഒരു മരം വെട്ടിയിട്ട് പോവാം. എവിടെ മോനെവിടെ? മരത്തിന് മണ്ടരാ. അല്ല ഗൈസ്, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആക്സ് പിടിച്ച് പോവാനുള്ളൊക്കെ ഒരു സുഖം. പട്ടീനൊന്നും പോയി അടിച്ചേക്കല്ലേ. ഷീപ്പ് ഇവിടെ എവിടെയും കിട്ടുന്നില്ലോ. അങ്ങോട്ട് പോവാം. അവൻ എൻ്റെ പുറകെ വരിക ഐസ്. എന്താ ആക്സ് എടുത്ത് എങ്ങാനും അടിച്ചു പോയല്ലേ കഴിഞ്ഞ ഐസ്. എന്താന്ന് വെച്ചാൽ ആക്സ് ആണല്ലോ കയ്യിലുള്ളേ, നല്ല ഡാമേജ് കിട്ടും. പിന്നെ എവിടെ പോവാം? ഇതാ പൈസ ഒരു ജീപ്പ്.
സ്വാഡ് പിടിച്ച് കിടക്കാം ഗൈസ്. ഇവനെങ്ങനെ എന്നെ തള്ളിയിട്ടാ പിന്നെ കഴിഞ്ഞു ഗൈസ്. കേവ് എന്ന് പറയാം ഗൈസ്. ഓക്കെ ഭയങ്കര ഇരുടാണ് ഗൈസ്. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഡേഞ്ചർ ആവാൻ സാധ്യത ഉണ്ട്. എന്നാലും നമുക്കൊന്ന് പോവാം. നമ്മൾ ഡേഞ്ചർ ആൾക്കാരാണ് ഗൈസ്. നമുക്കൊരു കുറച്ച് അയ്യോ ഷീപ്പില്ല ഗൈസ്. എന്ത് ചെയ്യുന്ന പറഞ്ഞൂടെ. ഓനും കൂടി ഉറങ്ങിയാലേ പറ്റുള്ളൂ. പിന്നെ അയ്യോ ഒരു സോംബി വരുന്നുണ്ട്. ബെഡ് ഗൈസ്. ബെഡ് വേണോ? അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞൂടാ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കാം ഗൈസ്. എനിക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കാം. എന്നിട്ട് ഇങ്ങനെ മറ്റേ സെറ്റിംഗ് വെക്കാം ഗൈസ്. സെറ്റിംഗ് മാറ്റണം. പെട്ടെന്ന് നമ്മൾ സെറ്റിംഗ് മാറ്റാം. മറ്റേ സെറ്റിംഗാണ് ഗൈസ് വെക്കുന്നത്. എൻ്റെ പേരെന്തായിരുന്നു ഗൈസ്? ഗെയിമിൽ തന്നെയാണ്. അതിൽ എന്താണ് ഇതിൽ ഫുള്ളും പൂജയാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ ഉറങ്ങണം. ഞാൻ ഉറങ്ങി. അടിക്കല്ലേ. അമ്മേ അയ്യോ വലിയ പ്രശ്നമായി പോയി. അടിച്ച് കൊല്ലടാ. ഗൈസ് എടാ ഓനെ ഒറ്റയ്ക്കാക്കി എനിക്ക് പോകാൻ തോന്നുന്നില്ല. പ്രശ്നമായിപ്പോയി. സാലൈസ് പട്ടീനെയും ടൈം ചെയ്ത് പോവാ. സ്കെൽട്ടൺ ഉണ്ട് എന്തായാലും. ഇപ്പം അങ്ങോട്ട് പോകാം. എന്നെ അടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ അത്ര നല്ല പ്ലെയറൊന്നും ഇല്ലായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഹെൽത്തും കുറവാണ്. ഹെൽപ്പ് ആരാണ്ടാ പിടിച്ചേ? യെസ് ഓൻ അവിടെ നിന്നില്ലായിരുന്നു ചത്തെ. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് ഓൻ്റെ എല്ലാ സാധനവും എടുത്തിട്ട് പോവാം. ഓനെന്ന് ആ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുക്കാം. ഒരു മിനിറ്റ് വയസ്സ് ഞാൻ എന്താ സെറ്റിംഗ് എല്ലാം വെക്കാൻ മറന്നു വയസ്സ്. ഗെയിം പോയിട്ട് എന്താണ് എൻ്റെ പേര്? അതിൻ്റെ പേരെന്തായിരുന്നു വയസ്സ്? എൻ്റെ പേര് കിട്ടുന്നില്ല. എൻ്റെ പേര് കോർഡിനേറ്റ് ഇല്ലായിരുന്നോ? കോർഡിനേറ്റ് ഡേയ്സും വെക്കാം. നമുക്ക് ആ കോർഡിനേറ്റ് അടിച്ചു കൊടുക്കണം. ഇതാദ്യം കോപ്പി അടിക്കട്ടെ. എന്നിട്ട് ഇതിൽ ആ കോർഡിനേറ്റ് കൊടുക്കട്ടെ. അത്ര മതി. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ബോണ് എനിക്ക് ബോൺമീലൊന്നും വേണ്ട. എനിക്ക് പട്ടി മതി. ആരോ ഗായ്സ് മറ്റേ ക്രീപ്പറുണ്ട്. അതിന് നമ്മളെ കൊല്ലും ഗൈസ്. വിടത്തില്ല. ഓൻ എന്താ എക്സിറ്റ് ആയോ? ഇല്ല ഗൈസ് ഓൻ എപ്പോഴും ഉണ്ട്. നമ്മൾ എവിടെ നിന്നായിരുന്നു ഗൈസ് വന്നത്? നമ്മൾ അവിടെ നിന്നൊക്കെ ആയിരിക്കും വന്നത് ചിലപ്പോൾ. ഒരു ഐലൻഡ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും.
അപ്പോൾ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. വലിയ യാത്രയാണ് ഗൈസ്. ഹെൽപ്പ് കം ടു കോർഡിനേറ്റ്. എന്താണ് ഏത് ഈ കോർഡിനേറ്റിലോട്ട്? ഓക്കെ ഓക്കെ ആ പെട്ടെന്ന് എത്ര പ്രാവശ്യം എഴുതി കൊടുക്കണമാവോ? ഇവിടെ നിന്നൊന്നും ക്രീപ്പർ വരുമല്ലോ. ക്രീപ്പർ ഭയങ്കര ഡേഞ്ചറസ്. ഭക്ഷണം വേണം ഗൈസ്. ഭക്ഷണമല്ലെങ്കിൽ ചത്തു. പിന്നെ കയ്യിൽ ബെഡ് എന്തായാലും പിടിക്കണം. കാരണം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴെങ്കിലും വീഴുന്ന സമയമാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പെട്ടെന്നൊന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇടണം. കണ്ടോ ഗൈസ്? അപ്പോൾ ഡാമേജും കുറവ് കിട്ടുക. അയ്യോ ഇവിടെ അല്ലായിരുന്നോ ക്രീപ്പർ ഉണ്ടായിരുന്നേ? ഗൈസ് നമുക്ക് ഇവിടുന്ന് ഓടാം. ഇത് നമുക്കുള്ള വഴിയില്ല. ഇതൊക്കെ കുറച്ചും കൂടി പ്രോ ആൾക്കാർക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തായാലും നിൽക്കുന്നില്ല. ഓനെ ഹെൽപ്പ് ചെയ്യാൻ പോകണം. എങ്ങനെ ഇപ്പോൾ പറയുന്ന അറിഞ്ഞൂടാ. ഒരു ഐഡിയയും കിട്ടാൻ നമ്മൾ എവിടുന്നാ വന്ന് എവിടുന്നാ പോയെന്ന്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങോട്ട് പോകേണ്ടി വരും. എവിടെയാ എൻ്റെ ഫ്രണ്ട്? ഓനെ കണ്ടുപിടിക്കേണ്ടി വരും ഗൈസ്. ഓനെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഷീപ്പ് കിട്ടിയല്ലോ. ഷീപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനമല്ല എനിക്ക് വേണ്ട. അയ്യോ സാധനമില്ല. എന്ത് ചെയ്യും? റോട്ടർ ഫ്ലഷും കൂടി എടുത്തോ. പാവട്ട ചങ്ങായി. ഹൗസ് ഉണ്ടാക്കാം. ഹോം നടിക്കാം. കുറേ മരം വെട്ടണോ? മരം വെട്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഉറങ്ങാം. ഗൈസ് എന്നെ തല്ലി ഗൈസ്. അറിയാണ്ട് തല്ലിപ്പോയതായിരിക്കും. കാരണം പെട്ടെന്ന് രാത്രി ആവട്ടെ. എന്ത് രാത്രി ആവാത്ത ഗൈസ്? രാത്രി ആവുന്നില്ല. ഞാൻ കുറേ വട്ടം നിൽക്കുക. അങ്ങനെ രാത്രി ഓനോട് എണീച്ച് ഗൈസ്. പാവം ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതിനൊന്നും അടിക്കല്ലേ. ഫുഡില്ല. ഞാൻ പട്ടിയറച്ചൊന്നും ഞാൻ തിന്നാൻ പോകുന്നില്ല. ഹോം എടാ ഉണ്ടാക്കടാ. വെയിറ്റ് ചെയ്യടാ. എനിക്ക് ഫുഡ് ആവശ്യമുണ്ടേ. ഐലൻഡിലോട്ടില്ലായിരുന്നു നമ്മൾ പോയേ. വാടാ, അവിടെ മറ്റേ സാധനം ഉണ്ടാവും. ഗൈസ് അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഹോം ഉണ്ടാക്കാൻ പോകാം. ഭയങ്കര നല്ലൊരു വീട്, നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. ഇവിടുത്തെ നല്ലതാണ് ഗൈസ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു 5 ബ്ലോക്ക് മേളിലോട്ട്. 1 2 3 4 5. കൊണ്ട 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 വുഡ്. വുഡ് കിട്ടി. ഞാൻ വുഡ് എടുത്ത് നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. എവിടെ? 1 2 3 4 5. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടുന്ന് ഉണ്ടാക്കാം ഗൈസ്. ബാക്കി ഇതെന്താ സാധനം? 1 2 3 4 5. അതേപോലെ തന്നെ 4 സൈഡും ഗൈസ് ചെയ്യണം. അത് നമുക്ക് ചെയ്യാം. അതൊന്നൊരു കുഴപ്പമില്ല. ഇവനല്ലേ വീടുണ്ടാക്കുന്നത്. അയ്യോ
ഫുഡ് വേണേ. അതോ ഗൈസ്, ഫുഡാ. എന്തോ ഷീപ്പ് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു. പട്ടാസ ഹെഡ്ഷോട്ട് ഗൈസ്. ഇനി വേറെ ആരാളേ? ഇനി വേറെ ആരുമില്ല. തിന്നട്ടെ ഗൈസ് കുറേ. എന്നിട്ട് ഹെൽത്ത് ഒന്ന് കൂട്ടട്ടെ ഗൈസ്. അല്ലെങ്കിൽ എന്താവാന്നറിയാലോ, ചത്ത് പോകും ഗൈസ്, ചത്ത് പോകും. ഗൈസ് അടുത്തൊരു ഷീപ്പ് കൊന്നിട്ടുണ്ട്. കൊന്ന് വെട്ടിട്ടുണ്ട് ഗൈസ്. വെട്ടില്ല നമ്മൾ വെറുതെ. ഇനി ഗൈസ് നമുക്ക് നമ്മുടെ വീട് ബാക്കി തുടങ്ങാം. കുറേ ഷീപ്പാണല്ലോ ഗൈസ്. ബെഡൊക്കെ കുറേ ഉണ്ടാക്കാം. ബെഡില്ല, കുറേ ആവശ്യം. ഇവൻ മരമൊക്കെ നട്ടോ ഗൈസ്. നമ്മളെ വീട് ആണ്ടാ. നീ എന്താ എങ്ങനെ? ശരി ഉണ്ടാക്കാം. ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടി മരം വെക്കാം. ഇത്രയെല്ലാം 5 ആണ്. ഇത് ഇറങ്ങലാണ് കുറച്ചും കൂടി പാട്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ചെറിയ ഹോമാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ നമ്മളതിൽ ഒരു സ്റ്റാക്കേ ഉള്ളൂ. ഇനി സ്റ്റാക്ക് ഉണ്ടെങ്കിൽ അതിനേക്കാളും ഒരു നല്ലൊരു വീടുണ്ടാക്കാൻ പറ്റും. ഒരു സീന് വീടുണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ആക്സ് പൊട്ടിയെന്ന് ഒരൊച്ച ഇട്ട്. ഇവിടുന്ന് ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു വാട്ടർ ബക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചാടായിരുന്നു അല്ലേ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി ഗൈസ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് വെട്ടാം ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ മൊത്തം ഒരു പ്ലാങ്ക്സ് ഒക്കെ ഗൈസ്. എന്നുവെച്ചാൽ അത്ര വുഡില്ല, അതുകൊണ്ട് നമ്മൾ ഓക്ക് പ്ലാങ്ക്സ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നല്ല ശാന്തമായിട്ടാണ് ഗൈസ് ഉണ്ടാക്കിയത്. ഗൈസ് ഞാൻ തിന്നുന്നുണ്ട്. സാറില്ല, എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കാം. ഡ്രസ്സും ഭംഗി അതൊക്കെ ഇങ്ങനെ തന്നെയാണ്. നല്ല വീടായിരിക്കും ഗൈസ്. ഇവിടുന്ന് ഇങ്ങനെ ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കണം. ഇവിടുന്ന് ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത് എപ്പോഴാണ് എന്തോ പൊട്ടിച്ച് നമ്മൾ ഈ സൈഡിലായിരിക്കും വാതിൽ വെക്കുന്നത്. അതായിരിക്കും കുറച്ചും കൂടി ക്യൂട്ടായിട്ടാണ്. പിന്നെ എനിക്കൊരു ഐഡിയ കിട്ടി. എന്നാൽ നടുക്ക് തന്നൊരു വാതിൽ വെക്കാം. അതിന് ചുറ്റും ഇവിടുന്ന് ഇങ്ങനെ ഓൻ തന്നായിരിക്കുന്ന വുഡ് തന്നിടാം. ഓൻ തന്നിയിലിപ്പോൾ ഒരു വുഡ്, അത് നമുക്ക് ഇടാം ഗൈസ്. തെറ്റിപ്പോകുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇത്രയും വലിയ പ്രോയ്ക്ക് എങ്ങനെയാണ് എന്തോ തെറ്റിപ്പോകുന്നത്. ഞാൻ വിചാരിച്ചേ ഓക്കെ. ഇനി ഇതും പൊട്ടിക്കണ്ടേ? ഇനി ചുറ്റും പൊട്ടിക്കും വേണം. ഇനി താഴെ മറ്റേ സാധനം കൂടെ ഉണ്ട്. പിന്നെ മുകളിൽ കൂടി റൂഫ് ഇടണം. റൂഫ് ഇപ്പോൾ ഇടാം ഗൈസ്.
ഓൻ ബെഡൊക്കെ ഉണ്ടാക്കി. ഓൻ ഉറങ്ങിക്കോട്ടെ. അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ. ഇനി എനിക്ക് റൂഫ് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല, മുകളിലോട്ട് നോക്കിയിട്ട് ഉണ്ടാക്കണം. എൻ്റെ കൈത്തൊക്കെ വേദനിക്കുന്നു. ഇവിടുന്ന് റെഡി. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മുറിക്കണം ഗായ്സ്. ഇപ്പോൾ നമ്മുടെ നല്ലൊരു വീട് റെഡി ആയിരിക്കുന്നു ഗൈസ്. അകത്ത് കുറച്ച് ഇവനെല്ലാം കട്ടെടുക്കുക ഗൈസ്. ഞാൻ ഒരെണ്ണം കൂടി ഇപ്പം ഉണ്ടാക്കിയതുള്ളൂ. എല്ലാം അങ്ങോട്ട് കട്ടെടുക്കരുത്. ഞാൻ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരെണ്ണമല്ല, 2 എണ്ണം എടുക്കാം. പിന്നെ എന്തായിരുന്നു എൻ്റെ പേര്? സ്ലാബ് ഉണ്ടാക്കണം. സ്ലാബ് ഇതൊന്നുമില്ല ഉണ്ടാക്കുക. സ്ലാബ് ഉണ്ടാക്കാനുള്ള വുഡുണ്ട്. കുറച്ചാണ് സ്ലാബ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ അതിന് മുകളിലൊരു 2 ചെസ്റ്റ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിടാം. എനിക്കെന്താ ഇടാൻ പറ്റാത്ത? എന്തൊരു ലാഗ് പോലെ. പിന്നെ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഈ എന്തോ ടച്ച് ഇറക്കാനില്ല. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഭയങ്കര നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിർത്തി. എല്ലാവരും കൊണ്ട് പോയി. 24K അടിച്ചാണ് ഇപ്പം എല്ലാം പോയി. അയ്യോ, അത്രയും ഇരുടൊന്നും എനിക്ക് പറ്റൂല. എന്ത് ചെയ്യാനാ? നീ ഉറങ്ങാല്ലേ? ഞാൻ ഉറങ്ങട്ടെ. എടാ, ഇതെൻ്റെ ബെഡില്ലേ? ഇതിങ്ങനെ ഓനിട്ടി. കുറച്ച് സ്റ്റോൺ കളക്റ്റാണ്. ഞാനും കുറച്ച് കളക്ട് ചെയ്യട്ടെ. പക്ഷെ എൻ്റെ കയ്യിൽ സ്റ്റോൺ ഇല്ല. നമുക്ക് 3 അടി മുകളിലോട്ട് ഇടാം ഗൈസ്. ഓനൊന്ന് കണ്ടിട്ട് വരട്ടെ. എടാ പോവല്ലേടാ, എൻ്റെ ഫ്രണ്ട് ഇല്ലേടാ നീക്ക്. എടാ ഓൻ പോയി. നമുക്ക് കുറച്ചും കൂടി സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് പോവാം. അത്രയൊക്കെ മാറ്റി. നമുക്ക് മുകളിലോട്ട് പോവാം. എവിടെ അവന്? ഇവിടെ ഇങ്ങോട്ടാണ്ടായോ എഴുന്നള്ളി പോകുന്നത്? അവിടെ എൻ്റെ കൂടെ പിന്നെ ആരെങ്കിലും കൊന്നാൽ ആരും സമാധാനം പറയും. അയ്യോ, എന്തോ പ്രശ്നം ഉണ്ടാവില്ല. കോഴി ഇതൊന്നും അടിക്കാൻ പറ്റാത്ത? ഇപ്പം ശരിയായി. ഇതിങ്ങനെ അങ്ങോട്ട് വിടർത്തി വെക്കാം. ഇതിവന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. സാരല്ല, ഇത്ര അങ്ങനത്തെ വേസ്റ്റൊന്നും നമ്മൾ ഇതിലില്ല. കുറച്ച് ഇവന് കൊടുക്കാം. ഒരു പൂവൊക്കെ ഒന്ന് ഇരുന്നോട്ടെ സാർ. അല്ല ഗൈസ്, ഞാനൊരു കാര്യം വിചാരിക്കുക. ഒരു ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയിട്ട് എന്നാ ഉണ്ടായി അത് രസം ഉണ്ടാവില്ല. പിന്നെ 2 ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഒരു ആവശ്യമില്ല ഗൈസ്. പിന്നെ ഒരു ആക്സ് ആവശ്യമുണ്ട്. നമുക്ക് ആക്സ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് താഴെ വെക്കണം മറ്റേ സാധനം.
അതിന് നമുക്ക് സ്ലാബ് ഉണ്ടാക്കാൻ വെച്ചാൽ അപ്പോൾ കുറച്ചും കൂടിയും കിട്ടുമല്ലോ, കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് 6 വെച്ച് കിട്ടുന്നുണ്ട്. നേരത്തെ 20 എത്ര ആയിരുന്നു, ഇപ്പം 40 എത്രയായി. ലിറ്റി എന്താ പറയുന്നേ? ഇവിടെ നിന്ന് ഇങ്ങനെ നൂർക്കണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ ഒരു സ്ലാബ്. എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ. എനിക്ക് ലിറ്റ് എന്താ പറഞ്ഞതെന്ന് അറിയില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് മൊത്തം ഇങ്ങനെ നല്ലൊരു വീടാക്കണമെങ്കിൽ അതിന് വേണ്ടി താഴെ ഒന്ന് നിലം റെഡിയാക്കണം. പിന്നെ ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പോൾ ഗായ്സ് ഓന് ബെഡ് വേണം, ഒരു ബെഡ് ഇട്ട് കൊടുക്കാം. ഒരു ബെഡ്, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കട്ടെ. ഒരെണ്ണം മതി, ധാരാളമാണ്. പിന്നെ രണ്ടാമത്തെ ബെഡ് ഉണ്ടാക്കട്ടെ. കുറച്ചൊന്ന് വുഡ് ഉണ്ടാക്കണം ഗൈസ്, എന്നിട്ട് ഒരു ബെഡ് ഉണ്ടാക്കാം. നമ്മൾ രണ്ടുപേരും ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ആ ബെഡ് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. പൊട്ടിക്കല്ലടാ. ടീം അപ്പ്. എന്താ പറയുക ഗൈസ്, നീ അവിടെ ഇരുന്നാ മതി. അയ്യോ സോറി. വാ, കുറച്ച് പൂ പറിക്കാല്ലേ. ഇത് വെച്ച് കുറച്ച് ഡൈ ഉണ്ടാക്കണം. നമുക്ക് പിങ്ക് ബെഡിൽ കിടക്കാം ഗൈസ്. ബായ്. എന്താടാ പോവല്ലേ? നമുക്ക് ഇനി ആഘോഷിക്കണ്ടേ? വീടൊക്കെ ഉണ്ടാക്കി, എന്നിട്ടുള്ള എന്തോ ഒരു സന്തോഷമില്ലാത്ത എനിക്ക്. എടാ ലെഫ്റ്റ് ചെയ്ത് എനിക്ക് എന്തോ എനിക്ക് എന്തോ ഒരു ശരിയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്നോ അതിൻ്റെ പേസ് എന്താണെന്ന് വെച്ചാൽ ഹനാനും പോയിരിക്കുന്നു, അതാണ് നമ്മളെ കൂട്ടുകാരൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുന്നോ അതിൻ്റെ ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ടാറ്റ ബൈ സീ യു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അവൻ്റെ കൂടെ തന്നെ നമ്മൾ എന്തുണ്ടാക്കും, മൈനിങ് ഞാൻ ഗൈസ്. ഓൻ ചാവരുത് ഗൈസ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പ്രോ ആക്കിയിട്ട് തന്നെയായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടുന്നോ ആയിരിക്കും ഗൈസ്. പാവം ഗൈസ്. അപ്പോൾ എത്ര നേരം ആയിന്ന് അറിഞ്ഞൂടാ ഗൈസ്, ഒന്ന് നോക്കട്ടെ. 7:47. അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, കാരണം നമുക്ക് സബ്സ്ക്രൈബർ ആവശ്യമാണ് ഗൈസ്. ഭയങ്കര ലാഗിലാണ് ഈ കളിക്കുന്നത്, നിങ്ങൾക്ക് അറിയുന്നില്ലായിരിക്കും, ഭയങ്കര ലാഗിലാണ്. അപ്പം നമുക്ക് വീഡിയോ നിർത്താം ഗൈസ്.